സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലായിട്ട് ഒന്ന് രണ്ട് ദിവസമായി കാണും, നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അതിൻ്റെ കുറേ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ അനന്തു, നിങ്ങൾക്കറിയായിരിക്കും, ലൈഫ് ഓഫ് അനന്തു കുറേ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്കത് കണ്ടുനോക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ അതിലുണ്ട് ഗൈസ്. സോ എന്തായാലും വീഡിയോ അവസാനം വരെ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. സോ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മോസ്റ്റ് ഫേമസ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഗൈസ്. അതുമായിട്ട് അതെ ഗൈസ്. സോ ഈ വീഡിയോ ആറ്റുകാൽ പൊങ്കാല അന്നാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്, 3-ാം തീയതി. ഓക്കെ, സോ എന്തായാലും നമ്മളത് 4-ാം തീയതിയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ബാക്കി കാണാം. ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന്. ഞാൻ ഒരു തവണ ആറ്റുകാൽ പോയിട്ടുണ്ട് അമ്മയുടെ കൂടെ. എനിക്ക് ഒരു 2 years മുമ്പാണ് ഒരു വ്ലോഗൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു രസമുണ്ടോ, ഭയങ്കര ഒരു വൈബാണ്. ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് എൻ്റെ മക്കളെ കീറും അമ്മാതിരി. അതാണ് ഗൈസ്. എന്തായാലും പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്, കാരണം 1-2 ദിവസം മുമ്പേ ആൾക്കാരൊക്കെ തിരുവനന്തപുരത്ത് എത്തും, ദൂരെയുള്ളവര്. തിരിച്ചു പോകുമ്പോൾ അങ്ങനെയല്ല ഗൈസ്. തിരിച്ചു പോകുമ്പം എല്ലാവരും കൂടെ ഉച്ചയാകുമ്പോൾ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടും ബസ് സ്റ്റാൻഡിലോട്ടും അങ്ങ് ഒറ്റ ഇറങ്ങും. പിന്നെ ചവിട്ടാൻ പറ്റില്ല തിരുവനന്തപുരം. എല്ലാ തവണയും ആറ്റുകാൽ പൊങ്കാല തൂക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സ്വന്തം ചിപ്പി ചേച്ചി. പക്ഷെ ഈ തവണ കടത്തി വെട്ടി വേറൊരാള് മുന്നിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉദ്ഘാടന റാണി അന്നാരാജ്. ഇത് എനിക്കറിയാൻ പാടില്ല, ഇത് എന്തുവാ ഇവിടെ നടക്കുന്നതെന്ന്. സീരിയസ്. അന്നാരാജൻ ആദ്യമായിട്ടാണ് ഇതേപോലെ വരുന്നതെന്നാണ് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ കണ്ടത്, വേറൊരു വീഡിയോയില്. ഇത് പൊങ്കാലയ്ക്ക് തന്നെ ആണോ പോയത്? ഇതിപ്പോ എന്റെ റീല് മൊത്തം ഇത് തന്നെ വരുന്നത്, ഈ സാധനം തന്നെ റീലായിട്ട് മൊത്തം വരുന്നത്. ചേച്ചി പൊങ്കാല എടുക്കാൻ തന്നെ ആണോ അങ്ങോട്ട് പോയത്, അതോ ഇനി ഉദ്ഘാടനത്തിന്റെ ആ ഒരു മൂഡ് പിടിച്ചങ്ങ് പോയതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ആദ്യമായിട്ടാണ് ചേച്ചി പൊങ്കാലയ്ക്ക് വരുന്നതെന്നാണ്. അതെ ഗൈസ്, ആദ്യമായിട്ടാണ് ചേച്ചി വരുന്നത്. വന്നതും ചേച്ചി തൂക്കിയിട്ടുണ്ട്. തൂക്കിയെന്ന് പറഞ്ഞാൽ ക്യാമറ കുറേ കുയിൽ മീഡിയാസ് ഉണ്ട്, സോ അവര് കാരണമാണ് ചേച്ചി തൂക്കിയത് പറയുന്നത്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള പൊങ്കാലയും ഈ അവസ്ഥ തന്നെ ആയിരിക്കും. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ മീഡിയാസ്, അവന്മാർക്ക് പൊങ്കാല അടുപ്പ് വേറെ കത്തിക്കുന്നത് ഇതൊന്നും വേണ്ട. അവന്മാർക്ക് വേണ്ട സാധനം ഞാനൊന്നും പറയുന്നില്ല, എന്തുവാടേ. അവർക്ക് വേണ്ടത് ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം. പിന്നെ അന്നാരാജനാകുമ്പോൾ ഫോക്കസ് ചെയ്താലും വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉള്ള ഫോക്കസ് ഫുള്ളും എല്ലാവരും അവരിലോട്ടായിരുന്നു. ഒരു മര്യാദയില്ല അവന്മാർക്കോ, മര്യാദയില്ല. അവന്മാര് മുഖം കാണിക്കുന്നില്ല. എന്നാ പിന്നെ ഇതൊരു പുണ്യപ്രവൃത്തിയാണ്, ഞാൻ പൊങ്കാലയിടാനാണ് വരുന്നത്, ഞാൻ കുനിയുമ്പോ അത് കാണും ഇത് കാണുമെന്ന് ഈ ക്യാമറയായിട്ട് മുന്നിൽ നിൽക്കുമ്പോ എവർക്ക് ഓർമ്മയില്ലേ? എനിക്ക് തോന്നുന്നു ഇവരും അത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാ പിടിച്ചോ, ഞാൻ ഏത് രീതിയിൽ വേണമെങ്കിലും നിന്ന് തരാം. അതെ നമ്മുടെ ഓരോ പോസ്റ്റിലുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അവരും ഇതിനായിട്ട് അങ്ങ് വരുന്നതാണെന്ന് എന്നും പറഞ്ഞിട്ട്. പക്ഷെ കുറെ ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 1-2 വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ബട്ട് നമ്മുടെ അന്ന ചേച്ചി അത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു അവരുമായിട്ട്. ഈ ക്യാമറ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു കൊടുക്കുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ, സഹകരണം നമുക്ക് എടുത്ത് കാണിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. കൂടുതൽ ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, എന്റെ ദൈവമേ. ഇത് കണ്ടോ, പുള്ളിക്കാരത്തി അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു. ഇവരുടെ കൂടെ തന്നെയാണ് ഒരു 10-25 അവന്മാർ ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു. എല്ലാവർക്കും ഒരു റീച്ച് വേണം ഗൈസ്. ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്ന മീഡിയാസിന് റീച്ച് വേണം. ആ റീച്ച് വഴി ഇവർക്കും കുറെ ഉദ്ഘാടനങ്ങൾ കിട്ടും. അതുകൊണ്ടായിരിക്കാം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുത്ത് തോണ്ടുമ്പോ ഇവരാണ് വരുന്നത്. പൊങ്കാല = അന്നാരാജൻ എന്നുള്ള രീതിയിലായിപ്പോയി. എന്തായാലും നമ്മുടെ ചിപ്പി ചേച്ചി കടത്തി വെട്ടിയത് ഒട്ടും അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. വളരെ മോശമായെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ചിപ്പി ചേച്ചി എടുത്തും ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ആരാധകരുടെ ഇത് കാരണം. ആറ്റുകാൽ അമ്മയെ കാണാനല്ല, ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പൊങ്കാല. അതെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നതാണ്, ചിപ്പി ചേച്ചിയെ കാണാനാണ് വന്നത്. ആറ്റുകാല അമ്മേനെയും പൊങ്കാലയൊന്നും അല്ല അവർക്ക് വലുത്. വന്നവരുണ്ട്.
കാണാനുള്ള ഭയങ്കര ചേച്ചീനെ ഞങ്ങള് കണ്ടോ, ചേച്ചീനെ ഞങ്ങള് കാണാൻ ആറ്റുകാലമ്മയൊക്കെ സെക്കൻഡറി ഇങ്ങോട്ട് മാറിയേക്ക് പൊങ്കാല സൂപ്പർ സ്റ്റാറിനെ കാണാൻ വന്നതാണ്. ഈ ഒരു ദിവസം നമ്മള് ചിപ്പി ചേച്ചിക്ക് എഴുതി കൊടുത്തിരിക്കും. പക്ഷെ കോമ്പറ്റീഷൻ കേട്ടോ ചിപ്പി ചേച്ചി. പക്ഷെ മറ്റേ ഊള പരിപാടിയൊന്നുമില്ല, ഡീസന്റ് പരിപാടി. പൊങ്കാല ഇടുക, വരിക, പോവുക, വേണം 1-2 ഐതിഹ്യം ഒക്കെ അങ്ങോട്ട് പറഞ്ഞ് പരിപാടി എടുത്തു. അല്ലാതെ മറ്റില്ല അവര് കാണിച്ചതിന്റെ കൂട്ടുള്ള അലമ്പ് പരിപാടി ഇല്ല. അവര് ഉദ്ഘാടനത്തിന് വരുന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് പൊങ്കാല എടുക്കാനും വന്നേക്കുന്നത്. എന്താണ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം വല്ലതും ആണോ? എനിക്ക് അറിഞ്ഞ് മനസ്സിലാവുന്നില്ല. മറ്റേ ഒരു ബോച്ചഡ് ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഹണി റോസ് അങ്ങ് താഴെ പോയി. അപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് കയറി, ലിജി ചേച്ചി അങ്ങ് കയറി. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചിപ്പി ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് പൊങ്കാലിടാൻ വന്നു. തമിഴ്നാട്ടിലെ ആരാധകരുണ്ട് ചിപ്പി ചേച്ചിക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ചിപ്പി ചേച്ചി. ഫാൻറ്റീസ് നോക്കണേ. അവിടെ വളവിന് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടാണ് ഇവരെല്ലാം വന്ന് താവളം അടിക്കുന്നത്. കാര്യം വെച്ചാൽ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ പൊങ്കാലിട്ട് കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് പോവാം. ഈ വട്ടം എന്തോ ഗ്രഹണോ എന്തോ കാരണം 7 മണി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലോട്ട് പ്രവേശനം ഉള്ളെന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംഭവം കേട്ടു. അതെന്തായാലും വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ. അപ്പൊ ചിപ്പി ചേച്ചിക്ക് പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാലോ. അവരെ വന്നതിനേക്കൂടെ കാണാൻ പോകാൻ ശരിയല്ലല്ലോ. അങ്ങനത്തെ ഒരു ചോദ്യം പാടില്ല. പുള്ളിക്കാരത്തേക്ക് പോലും അറിയത്തില്ല എത്രാമത്തെ പൊങ്കാലയാണെന്ന്. കാര്യം പൊങ്കാല എവിടെ ഉണ്ടോ? എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പിച്ചി ഇതാണ്. അതെ അതെ, ചിപ്പിച്ചിയുടെ നാടല്ലേ ആറ്റുകാൽ. പൊങ്കാല സൂപ്പർ സ്റ്റാർ ചിപ്പി ചേച്ചി. ഇതിന്റെ ഇടയിൽ കൂടെ കുറെ ആളുകൾ വന്നിട്ട് പരാതിയും പറയുന്നുണ്ട്. ഞങ്ങള് വന്നിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ചിപ്പി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അതുകൂടെ വെക്കാം. കഷ്ടമുണ്ട് കേട്ടോ, സങ്കടമുണ്ട് കേട്ടോ. ചിപ്പി ചേച്ചിയെ കാണാനല്ലേ നമ്മൾ വന്നത്. ചിപ്പി ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ എങ്ങനാ? ഇങ്ങോട്ട് നോക്കൂ, സംസാരിക്കൂ. പൊങ്കാല അടുപ്പിന്റെ അടുത്ത് പോലും പോവാതെ ചിപ്പി ചേച്ചി കാണാൻ വേണ്ടിട്ട് വന്ന് ചിപ്പി ചേച്ചി ആണെങ്കിൽ പറയുന്നു, പോയി പൊങ്കാല ഇട്ടിട്ട് വരൂ നിങ്ങൾ. കാണാൻ നിൽക്കുക. സ്നേഹം നോക്കണേ ഗൈസ്. ആറ്റുകാലം ഇപ്പൊ വിചാരിക്കായിരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, ചിപ്പിയെ പിടിച്ചിട്ട് ഞാൻ ഇറങ്ങി പോയേക്കാം എന്നായിരിക്കും ആറ്റുകാലം വിചാരിക്കുന്നത്. അപ്പം ഭയങ്കര സ്നേഹമാണ് ചിപ്പി ചേച്ചി എടുത്ത്. ആൻഡ് ഇന്ന് വേറെ ഒരാളെ കണ്ടു ഗൈസ്. കുറെ നാളിന് ശേഷം. ഇവരെ ഞാൻ പണ്ട് കണ്ടതാണ്, പിന്നെ ഇപ്പഴാ കാണുന്നേ. ഒരു 26 വർഷം മുമ്പ് എന്തോ ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. ഞാൻ റീല് കണ്ടായിരുന്നു. പ്രിയം സിനിമ. 26 വർഷം. മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? താഴെ സാധനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ മനസ്സിലാവാതിരിക്കത്തില്ലല്ലോ. എന്ന് പറഞ്ഞ സിനിമയില് 26 വർഷം മുമ്പ് ആനി എന്നുള്ള ക്യാരക്ടർ ചെയ്തത് ഞാനാണ്, ചാക്കോച്ചന്റെ കൂടെ. ഓക്കെ, ഞാൻ നമ്മുടെ പ്രിയം സിനിമയിലെ നായിക. അവരന്ന് പോയത് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇടയ്ക്കൊന്നും വേറെ ഒരു മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. അവർ ഒറ്റ റോളം കണ്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചിപ്പി ചേച്ചി എടുത്ത് ചെറിയൊരു സംഘർഷം എന്തോ നടന്നിട്ടുണ്ട്. വേറെ അമ്മമാരെല്ലാം കൂടെ വന്നിട്ട് ചിപ്പി ചേച്ചി ഉള്ളിടത്താണല്ലോ ഈ പറയുന്ന ക്യാമറ എല്ലാം കൂടെ വരുന്നത്. അപ്പം ബാക്കിയുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് അവര് അമ്മച്ചിമാരെല്ലാം ഒന്ന് ഇടങ്ങേറാക്കിയായിരുന്നു അവിടെ. അതിന്റെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത്. വേറൊരു സാധനം കാണിച്ചു തരാവേ, നോക്കിക്കോണേ. ക്യാമറയുടെ സൂം നോക്കിക്കോണേ. ഒരു ഇപ്പൊ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സൂം ഉണ്ട്. കണ്ടു സൂം. നീലക്കറിയാം എത്ര ആയാലും നന്നാവൂല നമ്മുടെ നീല. അതാ പറഞ്ഞേ, നല്ല രീതിയിൽ ചേച്ചി സഹകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഞാൻ മറ്റേ ആരതി, ബോഡി ബിൽഡർ ആരതിയുടെ ഒരു വീഡിയോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പിടിച്ചോ, താല്പര്യമുള്ളവരെ പിടിച്ചോ, അവർക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ, ഈ പറയുന്ന ഓൺലൈൻ മീഡിയസുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ചേച്ചിയാണ് നമ്മുടെ ചേച്ചി. കാര്യം പറഞ്ഞാൽ ഇവരുടെ PR വർക്ക് മൊത്തം ചെയ്യുന്നത് ഈ ഓൺലൈൻ ചാനലുകളാണല്ലോ. ഇവർ ഉൾക്കാടത്തിന് പോകുന്ന സമയത്ത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും പിടിക്കത്തില്ല. ഇതുപോലുള്ള ഓൺലൈൻ മീഡിയ ആണ് പിടിക്കുന്നത്. അപ്പം ഓൺലൈൻ മീഡിയ ഉണ്ടെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ബന്ധമാണ്. പക്ഷേ നമ്മൾ പശു
തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പശുവിന്റെ പുറത്തുള്ള ചെള്ളിനെയൊക്കെ കാക്ക വന്ന് കൊത്തി തിന്നും, അപ്പൊ പശുവിന്റെ ചൊറിച്ചിലും കാക്കയുടെ വിശപ്പ് മാറും എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ബന്ധമാണ് ഓൺലൈൻ മീഡിയയും നമ്മുടെ ലിച്ചി ചേച്ചിയും തമ്മിലുള്ളത് ഗായ്സ്. അത് പൊങ്കാലയിലും വന്ന് അവരാധിച്ചിരിക്കുകയാണ്. വന്നിരുന്നിട്ട് എന്തൊക്കെയാണോ ദൈവം ഇവിടെ നടക്കുന്നത്, പൊങ്കാല എടുക്കാൻ തന്നെ ആണോ വന്നതെന്ന് പോലും ഒരു നിമിഷം ഞാൻ ആദ്യമായിട്ടായിരിക്കും വന്നത്. ഇനി ഇതിന്റെ റീച്ച് ഭയങ്കരമായിരുന്നേ, ഇതിന്റെ ആഘാതം സോഷ്യൽ മീഡിയയിൽ. അതും ശരിയാണ് കേട്ടാ, ഇതിന്റെ ആഘാതം സോഷ്യൽ മീഡിയ ഫുൾ ഭരിച്ചില്ലേ. ഇനിയിപ്പോ എന്തായാലും എല്ലാ വർഷവും കാണുമായിരിക്കും. പേടിക്കണ്ട, നിങ്ങൾ ആരും പേടിക്കണ്ട. ലിച്ചി ചേച്ചിയെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ പുതിയ താരം ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 റീൽ എടുക്കുമ്പോഴും 8 എണ്ണവും ലിച്ചി ചേച്ചി. സീരിയസ്ലി ഒന്ന് സ്ക്രോൾ ചെയ്ത് മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കും, ലൈവ് എക്സാമ്പിൾ ആണ്, നോക്കിക്കോട്ടെ. ഇത് ആറ്റുകാലിന്റെ പണ്ടാര അടുപ്പിന്റെ ഇത് കാണിക്കുകയാണ്. ചിലപ്പോൾ മേപ്പോട്ട് പോകുമ്പോൾ മറ്റേ ചേച്ചി ആയിരിക്കും, സോറി നമ്മുടെ ചേച്ചി വന്നു. അണ്ടാ ലൈവ് എക്സാമ്പിൾ കണ്ട. ഇതാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ലിച്ചി ചേച്ചിയിലോട്ട് ഒതുങ്ങിപ്പോയിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ വന്ന് കഷ്ടപ്പെട്ട് പൊങ്കാല ഇടുന്നവരെയൊക്കെ സമ്മതിക്കണം. ആ സമയത്താണ് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വന്നിട്ട് ഇതുപോലെ കാണിക്കുന്നത്. കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ. പിന്നെ പ്രിയപ്പെട്ട മീഡിയാസിന്റെ അടുത്ത് വല്ലപ്പോഴും അടുപ്പും ഇങ്ങനെ തിളച്ചു തോന്നുന്നതൊക്കെ ഒന്ന് കാണിക്കാൻ പറയണം. ഓക്കെ, കുനിഞ്ഞിരുന്ന അപ്പം എങ്ങനെ ഏത് ആംഗിളിലാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തേങ്ങ എന്തിലും ആവട്ടെ. ആൻഡ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് ഗൈസ്. നോർത്ത് ഇന്ത്യൻ കുന്നുങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് കണ്ടോ വെള്ളം കലക്കുന്ന കണ്ടോ, ഇത് കേരളമാണ്. ഇവിടെ ഇങ്ങനെയാണ് ഈ അമ്മമാർക്ക് ഈ വെയിൽ കൊണ്ട് പണ്ടാരടങ്ങി വലഞ്ഞ് ക്ഷീണിച്ച് വരുന്ന അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വെള്ളം കലക്കുകയാണ്. ഇത് വേറെ നോർത്ത് ഇന്ത്യയിലൊന്നും പോയ സാധനം ഒന്നും കാണാൻ പറ്റൂല, മനസ്സിലായി. ഇത് കൊള്ളാം. എന്തായാലും ഈ സംഭവം കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു സംഭവമാണ്. മുസ്ലിംസ് പള്ളിയിലായാലും ക്രിസ്ത്യൻസ് പള്ളിയിലായാലും എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് 2 പള്ളിയുണ്ട്, അവര് മെയിനാണ്. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം. ഇതൊക്കെയാണ് മക്കളെ റിയൽ കേരള സ്റ്റോറി. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇത് എവിടെയും പോയാലും കാണാൻ പറ്റത്തില്ല. ഇത് ക്രിസ്ത്യൻ പള്ളിയാണ്. ഓക്കെ, ഇത് മസ്ജിദ്. ഇന്നത്തെ ദിവസം അത് തുറന്നിട്ടേക്കാണ്, അതിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. ഈ അമ്മമാർക്ക് അതിന്റെ അകത്ത് പോയി വിശ്രമിക്കാം. അതെ, എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം തൊട്ട് അവിടെ തണല് കാണും, അവിടെ പോയിരിക്കാം, വെള്ളമൊക്കെ കുടിക്കാം. ഓക്കെ, വേണ്ട വെള്ളവും മറ്റു സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. കണ്ടില്ലയോ, ഇന്ന് മതം എന്ന് പറയുന്ന സാധനമില്ല. ഈ ഹിന്ദുക്കളായിട്ടുള്ള പൊങ്കാലയിടാൻ വരുന്ന അമ്മമാരെ മൊത്തം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ മതമൊന്നും നോക്കത്തൊന്നുമില്ല. ഈ പൊങ്കാലിടുന്ന ആൾക്കാരോട് മൊത്തം ഹിന്ദുക്കളൊന്നും അല്ല, പല ജാതിയിലുള്ള ആൾക്കാർ വന്ന് പൊങ്കാലിടുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യൻ അവരാധി മക്കൾ കാണിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പിന്നെ വേറെ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഓൺലൈൻ മീഡിയസിനെ കണ്ടപ്പോഴേ നിവേദിതയുടെ അമ്മ വന്നിട്ട് മോളെ ഒരു തോർത്തം കിട്ടോ, ലവ്മാര് വരുന്നുണ്ട്. മറ്റേ അടുപ്പിനകത്തോട്ട് അരി ഇടാൻ പോവാണ്. തോർത്തെടുത്ത് അമ്മ കണ്ടപ്പോഴേ തോർത്തെടുത്ത് അങ്ങ് വിരിച്ച്. അവന്മാര് വരുന്നുണ്ട്, തോർത്തിട്ടോ എന്നും പറഞ്ഞിട്ട്. നീലയാണോ? ആ നീലയെ കണ്ടപ്പോഴേ തോർത്ത് വിരിച്ച്. അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അറിയാം എങ്ങോട്ടാ പോക്ക്. ആ തോർത്ത് വിരിച്ചത് കൊണ്ട് നിങ്ങൾ കലത്തിൽ അരിയിടുന്നത് കണ്ടു. അരിയോ എന്തോ ഇടുന്നുണ്ട് കലത്തിൽ, അത് നിങ്ങൾ കണ്ടു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കാണില്ലായിരുന്നു, വേറെ പലതും കാണുമായിരുന്നു. എന്റെ പൊന്നടാവേ. പിന്നെ ഇന്ന് ഏതോ ഒരു നാറി അവിടെ പൊങ്കാല കലമൊക്കെ ഇടിച്ചു തെറിപ്പിച്ചോണ്ട് പോയെന്നും കണ്ടായിരുന്നു. ഒരു പോക്ക് പോയി പൊങ്കാലായിട്ട് വാങ്ങി വെച്ച കാലമാണ്. ഇതിനെല്ലാം അടിച്ചു തകർത്തിട്ടാണ് വിളിച്ചിട്ട് ചേട്ടൻ വിളിച്ചിട്ട് തിരിഞ്ഞു നിൽക്കാതാണ് അവർ പയ്യത്. 10-2 ഞാൻ എത്ര ദിവസം കൊടുത്ത് കലം മാറ്റി തന്നെ ഒരു പൊങ്കാല കലം. അമ്മയ്ക്ക് പൊങ്കാലിട്ടാണ് ഞങ്ങൾ വന്നത്. പൊങ്കാലിടാൻ അവർ പോലീസുകാരും കമ്മിറ്റിക്കാരും ഇവിടുത്തെ കമ്മിറ്റിക്കാർ മാറ്റുന്ന പൈസത്തെ പൊങ്കാലിട്ടോണ്ടിരിക്കുകയാണ്. 2ാമതിട്ടാണ് ഞങ്ങള്. ഏത് നാറിയാണ് ഈ മാതിരി പറയുന്നില്ല. പൊങ്കാലയായി പോയി. ഇവനേക്ക് ഈ വണ്ടിയുമായിട്ട് അതിന്റെ ഇടയ്ക്കോട്ട് ആരാണ് അലോ ചെയ്യുന്നത്? ഈ ആംബുലൻസ് അല്ലാതെ ഒരു വണ്ടി പോലും വഴി കൂടെ ഓടൂല. ഇവൻ ഏതവനെയാണ് അതിനകത്ത് അലോ ചെയ്തത്? ഈ പോലീസുകാരൊക്കെ അവിടെ കിടക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കും, ഒരാ കൊച്ചിനെ പൊള്ളി എടുത്തോണ്ട് പോയിരിക്കുന്നു. അവള് കൈയൊക്കെ പൊള്ളിപ്പോയി കൊണ്ടുപോയിരിക്കുന്നു. അവർക്ക് അത്രയ്ക്ക് അറിഞ്ഞു നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ പിടിക്കണം. എന്തിനായി നമ്മൾ അങ്ങനെ പൊങ്കാലിക്ക് വന്നതാണ്. അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കായിരുന്നു. ഒരു വണ്ടി വാങ്ങി വന്ന് എല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. 2 പേര് അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ കയ്യിൽ ഞാൻ പൊങ്കാല മറിഞ്ഞ് വീഴുന്നു. അങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നപ്പം അപകടവും പരിക്കും പറ്റിയ ഒരാൾക്ക്
ആരോ ചെയ്തിട്ട് പോയി ഗൈസ്. നിന്നിട്ട് അറിയാതെ ആണെങ്കിൽ ഒരു സോറിയെങ്കിലും പറയായിരുന്നു. അത്രയും പൊള്ളി. അതിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലാണ്. നമ്മളിങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് നമ്മളിവിടെയാണ് ഇരുന്നത്. നമ്മളെ പൊങ്കാലയൊക്കെ അവിടെ ഇരുന്ന്. അപ്പോൾ ഇങ്ങനെ വന്നാൽ പൊങ്കാല എടുത്തെറിപ്പിച്ച് ഇവരെ ഇടിക്കാൻ പോയപ്പോഴും അടുപ്പിരുന്ന പൊങ്കാല അവർ ദേഹത്തോട് തൂവിയതാണ്. അവർ രണ്ടാമത് പൊങ്കാല ഇടുന്നത്. ഇപ്പം പോലീസ് രണ്ടാമത് നമുക്ക് കലോ കിടക്കുന്ന കടത്തുണ്ട് മൊത്തം ഇടിച്ചെറിപ്പിച്ചിട്ട് പോയി. അതിനൊക്കെ തൂക്കിയോട്ട് അവന്റെ തല വഴി ഒഴിക്കണം. തിളച്ച പായസം നാറികള് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ രണ്ടാമത് ഇപ്പം പൊങ്കാല ഇടുന്നതാണ്. എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ നമുക്ക് അപകടം പറ്റില്ല. അവര് പറഞ്ഞില്ല നോക്കാം. പോലീസ് പിടിക്കാമെന്ന് പറയുന്നു. എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നവന്മാരൊക്കെ. അവനെയൊക്കെ തൂക്കണം, അവനെയൊക്കെ തൂക്കിയിട്ട് കൊടുക്കണം. പിന്നെ BJP-ക്കാർ കേന്ദ്രമന്ത്രിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. അത് കണ്ടിട്ട് കോൺഗ്രസ്സുകാരും മന്ത്രിമാരെയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് മന്ത്രിമാരെ ഇറക്കാതിരുന്നത് നമ്മുടെ CPM-ന്റെ ആൾക്കാർ മാത്രമാണ്. അവർ പിന്നെ ഈ ഭക്തിയോട് എതിർപ്പുള്ള ആൾക്കാരാണല്ലോ. കീഴേ കൂടെ മാത്രമേ ഭക്തിയുള്ളൂ, നേരെ ഭക്തിയൊന്നും ഇല്ല. പക്ഷെ അടിയിൽ കൂടെ ഉള്ള ഭക്തികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ദൈവത്തിന് എതിരാണ് എന്ന് പറയുന്ന ടീമാണ്. അതുകൊണ്ട് അതെന്തൊരു വർത്തമാനമാണ്. ദൈവത്തിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാത്തോണ്ടായിരിക്കാം. അവർക്ക് വെളിച്ചത്തിരുന്ന് പൊങ്കാല ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സാരി ഉടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേനെ പൊങ്കാല ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ അതെ പൊങ്കാല വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അനന്തുവിൻ്റെ. സോ എന്തായാലും വീഡിയോ കണ്ടാണ് കുറേയധികം ക്ലിപ്പ്. അതിൽ ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോയി. അതാണ് ഹൈലൈറ്റ്. എന്തായാലും പാവങ്ങൾ, അതുകൊണ്ട് കേസ് മുങ്ങിപ്പോവായിരിക്കും. പാവങ്ങളല്ലേ, വല്ല ചിപ്പി ചേച്ചി ഞാനൊന്നും പറയുന്നില്ല. അവരൊക്കെ ആണെങ്കിൽ എന്തായാലും കേസ് വലിയ കേസായേനെ, അന്ന രാജേന്ദ്രൻ ആയാലും. സോ എന്തായാലും ഈ വർഷം അന്ന രാജേന്ദ്രൻ തൂക്കിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ജസ്റ്റ് കമൻറ്റ് അടിക്കുക. എന്ത് വേണോ കമൻറ്റ് അടിക്കാം, നിങ്ങളുടെ അഭിപ്രായമല്ലേ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു റിയാക്ഷൻ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ഗൈസ്.